ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 3 ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ശർക്കര പാനിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം തന്നെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ശർക്കര പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. ശർക്കര പാനിയാക്കുന്ന വീഡിയോ ഞാനിവിടെ കാണിച്ചിട്ടില്ല, പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടുകടലയാണ്. പൊട്ടുകടല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു എടുക്കുന്ന കടലയാണ്. വറുത്ത തന്നെയാണ്, നിലക്കടലയല്ല, പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിലക്കടല വേണമെങ്കിൽ ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ 1 കപ്പ് പൊട്ടുകടല ഞാനിവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളർ അടിക്കുന്ന വരെ വറുത്തെടുക്കാം. ഇതിൻ്റെ ചൂടാറി വന്നതിന് ശേഷം ഇത് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം വേറൊരു വലിയ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം അടികട്ടിയായിട്ടുള്ള പാനിലേക്കാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യമേ മുഴുവനായിട്ട് ഒഴിക്കുമ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതിന് പകരം ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ഇത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായിട്ട് വന്ന് തുടങ്ങുമ്പോൾ പിന്നെ പെട്ടെന്നാണ് ഇത് കുറുകി വരുന്നത്. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടി കട്ടിയായിട്ടുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ കട്ടിയായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ നോക്കൂ, നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ നന്നായിട്ട് അബ്സോർബായി ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ടോട്ടൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും കട്ടിയായി ആ ഒരു നെയ്യൊക്കെ അബ്സോർബായിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ കട്ടിയായി നല്ലപോലെ തന്നെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്ത് തുടങ്ങും. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വേണമെങ്കിലും ഇട്ട് കൊടുത്ത് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടിയിട്ട് പുറമേ തന്നെ വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറമേ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളും. ഇതിൻ്റെ ചൂട് നല്ലപോലെ തന്നെ ആറി വന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. നോക്കൂ, നന്നായിട്ട് തന്നെ സ്ട്രക്ചറൊക്കെ ഹോൾഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ കുഞ്ഞു കുഞ്ഞു റെക്ടാങ്കിൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഇത് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാകുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടുകടല ഉപയോഗിച്ചിട്ടുള്ള ഹൽവ അല്ലെങ്കിൽ ബർഫി എന്ന് പറയാം, അതാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.